ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നല്ല രീതിയിൽ ഒരു ഹെയർ ഗ്രോത്ത് ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ്, പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ നമ്മുടെ ചാനലിലേക്ക് എല്ലാ പുതിയ മെമ്പേഴ്സിലും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം എന്താണ് ഈ ഒരു കുളത്തിൽ വന്നിരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മുടി നിങ്ങൾ ഇങ്ങനെ ഇരിക്കൂല, മുന്നത്തെ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് കയറി കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഇങ്ങനെ വരാൻ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഹെയറിൽ അതായത് തേങ്ങാപ്പാൽ വെച്ചിട്ട് എന്തെങ്കിലും പാക്കൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലാണ് മുടി ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുന്നേ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാൽ ഡയറക്റ്റ് യൂസ് ചെയ്താൽ കേളായിട്ട് നിൽക്കും. അപ്പം അതിൻ്റെ ഒരു തെളിവും കൂടിയാണ് ഈ ഒരു കാണുന്നത് കേട്ടോ. ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ എനിക്കിത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ലൈറ്റ് പോയി കളിക്കിട്ടില്ല, ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഇപ്പം ഇന്ന് നമ്മൾ ഡേ 4 ചെയ്ത പാക്കിന്റെ ഒരു റിസൾട്ടാണ് ഈ കാണുന്നത്. ഭയങ്കര കേളിയായിട്ട് നിൽക്കും. കേളിയായിട്ട് നിൽക്കുക എന്നിട്ടുണ്ടെങ്കിൽ കേൾ ഡിഫൈൻ ചെയ്തിട്ടാണ് നിൽക്കുക. ഭയങ്കര എല്ലാം കൂടി ഒരുമിച്ച് ഭയങ്കര ഡ്രൈ ആയിട്ടല്ല, ഭയങ്കര സ്മൂത്ത് ആയിട്ട് നിന്നോളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഒരു ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ രീതിയിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇനി ഇത് കോംപ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ സംഭവം അറിയാൻ നേരെ പഴയ ഹെയറിലേക്ക് മാറും. അപ്പോൾ ഞാനൊന്ന് കാണിച്ചെന്ന് വെച്ചാൽ എൻ്റെ ഒരു മുടി ഈ ഒരു ടൈപ്പാണ്. നിങ്ങൾക്ക് നമ്മളപ്പോൾ ഹെയർ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങളെ ഹെയറും കൂടി വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് തന്നെ ഈ ഒരു ഭാഗം കാണിച്ചത്. അപ്പോൾ നമുക്ക് ആ സ്റ്റീമിങ് എങ്ങനെയാണ് കറക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. സംടൈംസ് എനിക്ക് ഇത് മുടി ഇഷ്ടമാണ്. ചില നേരത്തെ ചില ഡ്രസ്സിന്റെ പേർക്ക് ഇഷ്ടമാണ്, അല്ലാത്ത നേരത്തെ എനിക്ക് പ്രശ്നമല്ല. ഈ ഒരു രീതിയിലാണ് എൻ്റെ ഹെയർ പാക്ക് ഇട്ട് കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞ് ഒന്ന് ഡ്രൈ ആയി കഴിഞ്ഞാൽ എൻ്റെ ഹെയർ ഈ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പോൾ ആഫ്റ്റർ കോമ്പിങ്ങിന് ശേഷമുള്ള ഒരു ഹെയർ ആണത്. അപ്പോൾ നിങ്ങൾ നേരത്തെ കണ്ട ഹെയറേ അല്ല, നേരെ മാറി. അപ്പം എനിക്ക് ഒരു ഹെയറിനോട് ചെറിയൊരു ഇഷ്ടം തോന്നുന്നത് ഈ ഒരു കാര്യമാണ്. ഭയങ്കര ചകിരി പോലെയാണ് ഞാൻ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും ചില നേരത്തെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മാറി നമുക്ക് നല്ല രസമാണ്. ചില നേരത്തെ കേളി, ചില നേരത്തെ കുറച്ചിങ്ങനെ തെറിച്ച് നിൽക്കുന്ന പോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിനെക്കൊണ്ട് എനിക്ക് ഒരു ഇഷ്ടമാണ് ആ ഒരു ടൈമിൽ. അപ്പോൾ നമ്മൾ മുടിയൊക്കെ കോംബ് ചെയ്തതിന് ശേഷം, അതായത് ആ കേളൊക്കെ ഞാൻ ഒഴിവാക്കിയതിന് ശേഷം ഉള്ള ഒരു രീതിയാണ് ഈ ഒരു രീതിയിലാണ് വരിക മുടി. അപ്പം നമുക്കിത് എങ്ങനെയാണ് ഇത് ചെയ്യാന്നുള്ളത് നോക്കാം ഇനി. അപ്പോൾ ഇതിന് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ മുടിയിൽ കൊടുക്കുന്നുണ്ടാവരുത്, അതൊക്കെ ഒഴിവാക്കിയെടുക്കുക. പിന്നെ അതുപോലെ തന്നെ നല്ല രീതിയിൽ വേർത്തൊക്കെ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഒന്ന് ഫാൻ്റെ അടുത്തൊക്കെ നിന്നിട്ട് അത് വേർപ്പൊക്കെ ഒഴിവാക്കിയിട്ട് തലയിലൊക്കെ നല്ല രീതിയിൽ വേർത്തുണ്ടെങ്കിലാണ് നിങ്ങൾ എവിടെയും പോയി തിരക്കൊക്കെ പിടിച്ച് വരികയാണ് എന്നിട്ട് ചെയ്യരുത്. നിങ്ങൾ നൈറ്റ് കിടക്കാൻ പോകുന്നതിന് കുറച്ച് മുന്നേ ചെയ്യുക. അപ്പോൾ ഇതിന് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ പറഞ്ഞ പോലെ മുടി നല്ല രീതിയിൽ കൊടുക്കൊക്കെ പോക്കിയിട്ട് നല്ല ഫ്രീ ആയിട്ട് വെച്ചേക്കാം. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഹെയർ പാക്ക് ചെയ്ത് അന്ന് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ നിങ്ങളിപ്പോൾ ഹെയർ പാക്ക് ഒന്ന് ചെയ്ത് ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഹെയർ പാക്ക് മുന്നത്തെ ദിവസം ചെയ്തിട്ടുണ്ട്, ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഓയിലിംഗ് ആയിരിക്കും ചെയ്തിട്ടുണ്ടാവും, അന്ന് ചെയ്യേണ്ട ആവശ്യമുള്ളത് എന്നാണോ ഹെയർ പാക്ക് ചെയ്തത് അന്ന് നിങ്ങളാണ് അന്ന് രാത്രിത്തേക്ക് നിങ്ങൾ ഈ ഒരു രീതിയിൽ ചെയ്യുക. ഹെയർ പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ നിങ്ങൾ ഷാമ്പു കണ്ടീഷനൊക്കെ വെച്ചിട്ട് വാഷ് ചെയ്ത് അല്ലെങ്കിൽ താടി വെച്ച് വാഷ് ചെയ്ത് കളയാണെങ്കിൽ നല്ല രീതിയിൽ സ്കാൽപ്പ് ക്ലിയർ ചെയ്തിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചലഞ്ചിന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സ് ചെയ്താൽ മതി. ഫസ്റ്റ് ദിവസം പാക്ക്, അടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്ത് ഓയിൽ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത്. ഈ രീതിയിൽ ചെയ്തു പോകുകയാണെങ്കിൽ നിങ്ങൾ എന്നാണോ പാക്ക് ഇടുന്ന നല്ല രീതിയിൽ ഹെയർ ഒക്കെ വാഷ് ചെയ്ത് കളയുന്ന അന്ന് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ പോലെ ആഴ്ചയിൽ ഒരു 2 പ്രാവശ്യം ചെയ്താൽ മതി. 2 പ്രാവശ്യം ഇല്ലെങ്കിൽ 1 പ്രാവശ്യമെങ്കിലും ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങളോട് വേറൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ കൂടി നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിരുന്നുണ്ട്. അതായത് നമ്മളെ ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടാണ്. അവർക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. നമ്മൾ പാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഹെയർ കെയർ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുക. ഇങ്ങനെ ഹോസ്റ്റലേഴ്സ് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ കാര്യങ്ങൾ തന്നെയാണ്. നമുക്ക് ഈ ഒരു ക്ലോറിൻ വാട്ടർ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഇത് നിങ്ങൾക്ക് ഹോസ്റ്റലേഴ്സിനും ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആവി കൊള്ളുന്ന ഒരു സംഭവമല്ലേ, സ്റ്റീം ചെയ്യുന്ന ഒരു റെഡ് കളറിൽ ഞാൻ മുന്നേ ഫേസിൽ പിമ്പിൾസ് വരുന്നതൊക്കെ ചെയ്ത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മൾ സലൂണിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെ എന്തെങ്കിലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മളെ ഈ സ്റ്റീമിങ് ചെയ്യിപ്പിക്കും. അത് പിന്നെ അവർക്ക് അതിൻ്റെതായിട്ടുള്ള സെറ്റിംഗ് ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അത് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടർക്കി എടുക്കുക. ടർക്കി എടുത്തിട്ട് നമ്മൾ ഈ പറഞ്ഞ അതേ സംഭവം ആ ടർക്കിയിൽ ചെയ്യുക. അതായത് ഒരു പാത്രം വെള്ളം എടുത്തിട്ട് നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇഡ്ലി ചെമ്പ് എടുക്കുക. അതായത് ഇഡ്ലി ചെമ്പ് എടുത്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓളിൽ തന്നെ പാത്രം വെച്ചിട്ട് അത് മൂടിക്കഴിഞ്ഞ് ഈ ഒരു തുണി അതിൻ്റെ മുകളിൽ എന്നിട്ട് ആവി കൊള്ളിക്കുക. ഈ ഒരു തുണിയിൽ ആവി കൊള്ളിച്ച്, അതായത് നമ്മൾ ഈ ടർക്കിയിൽ ആവി കൊള്ളിച്ചിട്ട് അത് നമ്മുടെ ഹെയറിൽ കെട്ടി വെക്കുക. അത് നമ്മൾ കുറേ ടൈം കഴിയും. ഞാൻ അതേ അങ്ങനെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് അതൊരു മടി, ഭയങ്കര പണിയാണ് 4-5 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ നല്ല രീതിയിൽ സ്റ്റീമിങ് നമുക്ക് കിട്ടും. ഭയങ്കര ഹെവി ആവില്ല, നോർമൽ ലെവലിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഈ ഒരു രീതി കുറച്ചും കൂടി ഞാൻ എളുപ്പപ്പണി കണ്ടുപിടിച്ചതാണ്. ഇതാണ് എനിക്ക് കുറച്ചും കൂടി ബെറ്റർ. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കാം. ഇതിനുവേണ്ടി നിങ്ങൾ ഏതാണോ ഓയിൽ എടുക്കുന്നത് വെച്ചാൽ അത് അപ്ലൈ ചെയ്യാം. ഞാൻ മുന്നേ നിങ്ങൾക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത് തന്നെയാണ് ഉപയോഗിക്കൽ. പിന്നെ ഈ ഹെയർ ഓയിൽ മാറ്റി ഉപയോഗിക്കുമ്പോൾ ചെറുതായിട്ടൊരു മുടി ഒഴിയുന്ന കൊടുത്തപ്പെട്ട അതിനെ കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ കൂടുതൽ ഓയിലൊന്നും മാറി മാറി കളിക്കില്ല. ഇത് ചെയ്യുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഞാൻ പോലെ. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എനിക്ക് കാണാനുണ്ട് കേട്ടോ. നിങ്ങൾ മാറ്റി മാറ്റി കളിക്കുന്ന ആളുകളാണെങ്കിൽ അത് നല്ല രീതിയിൽ ശ്രദ്ധിക്കാം. കുറച്ചെടുക്കുക. നൈറ്റൊക്കെ ചെയ്യുമ്പോൾ ഒരു കൂടുതൽ എടുക്കരുത്. നമുക്കെന്താ വെച്ചാൽ ഈ ഒരു ഓയിൽ ഇറങ്ങിയിട്ട് ഫേസിൽ പിമ്പിൾസ് വരുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്കത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതെടുത്തിട്ട് ഈ നമ്മളെ ഈ ഒരു വിരലിൻ്റെ ഭാഗത്തേക്കൊക്കെ എന്നിട്ട്
പിന്നെ നമുക്ക് വേണ്ടത് വിറ്റാമിൻ ഇന്റെ ക്യാപ്സ്യൂളാണ്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാണ്. ഒരു ക്യാപ്സ്യൂൾ എടുക്കുക. അപ്പോൾ ഇതിനേക്ക് വേണ്ടിയിട്ട് ഒരു ക്യാപ്സ്യൂൾ എടുക്കുക. ഒരു ക്യാപ്സ്യൂൾ ഇതേപോലെ ഒന്ന് ഹോൾ ചെയ്തിട്ട് നമ്മുടെ കൈയിൻ്റെ വിരലിൻ്റെ മുകളിലാക്കി കൊടുക്കുക. നല്ല രീതിയിൽ അപ്ലൈ ചെയ്യണം എന്നല്ല പറയുന്നത്, കുറച്ച് ഇതേപോലെ കയ്യിലൊക്കെ ആക്കിയിട്ട് നമ്മൾ ആ ഒരു സ്പ്ലിറ്റ്നെസ് വരുന്ന ഭാഗം ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ഏരിയയിൽ അവിടേക്കാണ് അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ അതുപോലെ തന്നെ റൂട്ടിലേക്ക് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമൊന്നും, നമ്മൾ ഓൾറെഡി ഓയിൽ അപ്ലൈ ചെയ്തതിനെ കൊണ്ട് അവിടേക്ക് അപ്ലൈ ചെയ്യേണ്ട. അതിനവരെ നമ്മൾ ഇതേപോലെ ഒരൊറ്റ ക്യാപ്സ്യൂൾ എടുത്ത് മൊത്തത്തിൽ നിങ്ങൾക്ക് ഹെയറിൻ്റെ എല്ലാ ഭാഗത്തും, അതായത് എനിക്ക് നല്ല രീതിയിൽ ഡ്രൈനെസ് വരുന്ന ഭാഗം ഉണ്ടാവില്ല, അവിടേക്ക് നല്ല രീതിയിൽ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ മുടി മുന്നോട്ട് ഇട്ടിട്ട് സൈഡിലും എല്ലാ പോർഷനിലും അപ്ലൈ ചെയ്യണം കേട്ടോ. നമ്മൾ എന്താ വെച്ചാൽ ഈ ഒരു താഴ്ഭാഗത്തേക്കൊക്കെ അപ്ലൈ ചെയ്യുക. എല്ലാ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലായിടത്തും അങ്ങനെ ആവണമെന്നില്ല, ഒറ്റ ക്യാപ്സ്യൂൾ മാത്രമേ എടുക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ആയി കൊടുക്കുക. ഇതേപോലെ കമന്ന് കിടന്നിട്ട് നമ്മൾ മുടിയുടെ അടിഭാഗം അവിടെയാണ് നമുക്ക് കൂടുതൽ കേൾ വന്നിട്ട് നിൽക്കുക. നമ്മുടെ ബെഡിലൊക്കെ കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൈഡിലൊക്കെ ചരിഞ്ഞ് കിടക്കുമ്പോൾ പൊട്ടി പോലെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ലോ പൊറോസിറ്റി ഹെയറിനൊക്കെ ഇത് നല്ലതാണ്, അതേപോലെ ഹൈ പൊറോസിറ്റി ഹെയറിനും ഇത് നല്ലതാണ് ഈ രീതി ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു സ്റ്റീമർ, നമ്മൾ ആവി കൊള്ളുന്നുണ്ടാവില്ല, പനി ജലദോഷമൊക്കെ വന്നിട്ട് ആവി കൊള്ളുന്ന ഞാൻ അതിന് എടുക്കുന്നത്. അപ്പം ഇത് എടുക്കുക. ഇതിൽ നമ്മൾ ബാമൊക്കെ വെച്ചിട്ടേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളയുക. ബാമിൻ്റെ ഒന്നും വരരുത്. നിങ്ങൾ അതിനുള്ളിലൊക്കെ വെച്ച് ബാമ വെച്ചിട്ടാണ് ചൂടുവെള്ളം തിളപ്പിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നല്ല രീതിയിൽ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം തുളസി എടുക്കുക. തുളസി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃഷ്ണ തുളസി ഒരു തണ്ട്, ഒരു ബ്ലൂ കളറിലുള്ള ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ സാധാ തുളസിയാണ് എടുത്തത്. എന്നിട്ട് ഇതേപോലെ അതിന് പൂവുള്ളതിനെ കൊണ്ടൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതേപോലെ നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ എടുത്തിട്ട് ആ വെള്ളത്തിൽ വെക്കുക. അത്യാവശ്യം കുറച്ച് ക്വാണ്ടിറ്റി എടുക്കുക, കുറേ വേണമെന്നല്ല, അത്യാവശ്യം നമുക്ക് ആ ചൂടുവെള്ളം തിളച്ച് വരില്ല, ആ വെള്ളത്തിൻ്റെ ഇതിൻ്റെ ഒരു ആവിയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതാണ് നമ്മൾ സ്റ്റീമിങ്ങിനായിട്ട് എടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അതിൻ്റെ മുടി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ചൂടാക്കാൻ വേണ്ടി വെക്കുക. ചൂടാക്കാൻ വേണ്ടി വെച്ചതിന് ശേഷം ഇതേപോലെ നമ്മളെ മുടി മുന്നോട്ട് വെച്ചിട്ട് നല്ല രീതിയിൽ ആവി കൊള്ളിക്കുക. അപ്പോൾ നമ്മൾ സ്കാൽപ്പിലേക്കൊക്കെ ആവുന്ന രീതിയിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ടർക്കിനെക്കാട്ടും എളുപ്പം ഈ രീതി എന്നെക്കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ടർക്കിയൊക്കെ പറഞ്ഞാൽ കുറേ പണി എടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറേ പണി എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ ഒരു രീതിയിൽ ചെയ്യുന്ന ആട്ടോ നല്ലത്. പിന്നെ ഇതേപോലെ നമ്മളെ മുടി ഇങ്ങനെ വിട്ട് കൊടുക്കുക, അതായത് നല്ല രീതിയിൽ സ്കാൽപ്പിലേക്കും അതുപോലെ നമ്മളെ മുടിയിലൊക്കെ ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതിനെ കൊണ്ട് തന്നെ നമ്മളെ ഹെയറിൽ സ്കാൽപ്പ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നമ്മൾ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ പോൾസ് ഒക്കെ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്, അപ്പോൾ നമ്മൾ ഇപ്പോൾ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഉള്ളോട്ട് അതിൻ്റെ എഫക്റ്റ് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആവിയെ കണ്ട് നമ്മളെ പോൾസ് ഒക്കെ ഓപ്പൺ ചെയ്യും. അതേപോലെ തന്നെയാണ് നമ്മളെ ഹെയറിൻ്റെ കാര്യത്തിലും. അപ്പോൾ ഇത് നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തേക്കും ഹെയറിൻ്റെ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ. നമുക്ക് ഈ കമ്മെടുക്കുമ്പോൾ ഈ സൈഡ് ഭാഗത്ത് അങ്ങനെ കിട്ടില്ല. അപ്പോൾ നല്ല രീതിയിൽ സൈഡ് ചരിച്ച് വെച്ചിട്ട് ചെയ്യാം. കൂടുതലായിട്ട് ചൂട് കൊള്ളിക്കണം എന്നല്ല പറഞ്ഞത്, എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ആവി പിടിക്കുന്ന പോലെ തന്നെ നിങ്ങൾ സ്കാൽപ്പിലും ചൂട് കൊള്ളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആഴ്ചയിൽ ഒരു 2 ടൈമെങ്കിലും ചെയ്യുക. അപ്പോൾ നമുക്ക് മസാജ് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ ഹെയർ ഓയിൽ ചെയ്യുന്നതാണെങ്കിലും നല്ല രീതിയിൽ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.